ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാർട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം വരുമാനം. സുഹൃത്തുക്കളെ, വർഷങ്ങളായി സാധനങ്ങൾ വാങ്ങിയിട്ടും മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടും, അതായത് കടയുടെ പേരും സ്ഥലവും സ്പോട്ടും പറഞ്ഞു കൊടുത്ത് ആളുകളെ കൊണ്ട് മേടിപ്പിച്ചിട്ടും ഒരു കടക്കാരും ഒരു കമ്പനിക്കാരും ഇന്നേ വരെ നമുക്കാർക്കും ഒരു വരുമാനം തരികയുമില്ല. എന്നാൽ ഡയമണ്ടിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങി തുടങ്ങുമ്പോൾ നമുക്കൊരു വരുമാനം കിട്ടിത്തുടങ്ങും. നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള വരുമാനങ്ങളാണ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ വിശദമാക്കാനുള്ളത്. കമ്പനി മെയിനായിട്ട് 12 തരത്തിലുള്ള നേട്ടങ്ങളും ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐറ്റം ചാർട്ട് ഉണ്ട്, ഈ 12 ഐറ്റം ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഈ 12 രീതിയിലുള്ള വരുമാനങ്ങളാണ് കമ്പനി നൽകുന്നത്. ഇനി അതിൻ്റെ ഓരോ വിശദീകരണങ്ങളും തുടർന്ന് വരുന്നതാണ്. കമ്പനിയുടെ ഒരു വരുമാനം എന്ന് വെച്ചാൽ പർച്ചേസിങ് ബോണസാണ്. അതിപ്പോൾ ഒരു സിംഗിളായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിലും അതല്ലെങ്കിൽ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു പാക്കേജിനും അല്ലെങ്കിൽ പ്രോഡക്റ്റിനും ഒരു പോയിൻ്റ് കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പോയിൻറ്റിൻ്റെ 40% അത് 40% എന്നുള്ള സംഖ്യ അത് നമുക്ക് വരുമാനമായിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് തരുന്നതായിരിക്കും. അതിനെ നമ്മൾ പർച്ചേസിങ് ബോണസ് എന്നാണ് പറയുന്നത്. രണ്ടാമത് കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് പ്രോഡക്റ്റുകളും അതിൻ്റെ പോയിൻറ്റുകളും നമുക്ക് ഓഫറായിട്ട് ലഭിക്കുന്നു. അല്ലെങ്കിൽ പ്രോഡക്റ്റും പോയിൻറ്റും നമുക്ക് ഓഫറായി ലഭിക്കുന്നു. അതായത് ചില പാക്കേജുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രോഡക്റ്റുകൾ ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ് പൗഡർ എടുക്കുന്ന സമയത്ത് 1 കിലോ വാഷിംഗ് പൗഡർ ഓഫറുണ്ട്. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് പോയിൻറ്റുകൾ നമുക്ക് ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഓരോ പോയിൻറ്റും നമ്മളെ വരുമാനമാണ്. ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് 1 രൂപയാണ്. ആ രീതിയാണ് നമുക്ക് പോയിൻ്റ് അടിസ്ഥാനത്തിൽ വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് പ്രോഡക്റ്റ് ഓഫർ ആൻഡ് പോയിൻ്റ് ഓഫർ. അടുത്ത് റെഫറൽ ഇൻകമാണ്. റെഫറൽ ഇൻകം എന്ന് വെച്ചാൽ പുതിയ ആളുകളെ റെഫർ ചെയ്യുന്നു. അതായത് പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തി ഒരു കസ്റ്റമറായി കൊണ്ടുവരുമ്പോൾ അതിന് നൽകുന്നതാണ് റെഫറൽ ഇൻകം. അത് ആ കസ്റ്റമർ എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആ കസ്റ്റമർ വാങ്ങുന്ന പോയിൻറ്റിനനുസരിച്ചാണ് നമുക്ക് റെഫറൽ ഇൻകം കിട്ടുന്നത്. 25 പോയിൻ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 25 രൂപയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 50 പോയിൻ്റ് ആണെങ്കിൽ 50 രൂപയായിട്ട് നമുക്ക് കിട്ടുക. അത് 500 പോയിൻ്റ് ആണെങ്കിൽ 500 രൂപയാണ് നമുക്ക് റെഫറൽ ഇൻകമായിട്ട് ലഭിക്കുക. അപ്പോൾ ഇത് ഒരു വരുമാനമാണ്. ഇനി അടുത്തുള്ളത് ബൈനറി ഇൻകമാണ്. ബൈനറി ഇൻകം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു 2 ടീമിലൂടെയാണ് നമ്മൾ ഈ ബിസിനസ് ഗ്രോ ചെയ്തു പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് വന്ന കസ്റ്റമേഴ്സിനെയൊക്കെ തന്നെ ജോഡികളാക്കി മാറ്റും. ആ ജോഡികളാക്കി മാറ്റുന്ന സമയത്ത് ആ മാച്ചാവുന്ന പോയിൻറ്റുകൾ കൂട്ടിയിട്ടാണ് നമുക്ക് ബൈനറി ഇൻകമായിട്ട് ലഭിക്കുന്നത്. അങ്ങനെ ആ ഒരു ലെവലിൽ നമുക്ക് ബൈനറി ഇൻകത്തിൻ്റെ ലെവലിൽ നമുക്ക് മാസം 75,000 രൂപ വരെ നമുക്ക് സമ്പാദിച്ചെടുക്കാൻ സാധിക്കും. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു 75,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത റീറ്റെയിൽ പ്രോഫിറ്റാണ്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഈ പ്രോഡക്റ്റിനെ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് വിൽക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയും അതിനെ MRP റേറ്റിൽ നമുക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് എന്തായിട്ട് കിട്ടും, നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് ആണ് ഒരു വരുമാനം. അപ്പോൾ ഈ വിൽക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് വിറ്റ് വരുമാനം നേടാനും ഇവിടെ ഒരു അവസരമുണ്ട്. ഇനി അടുത്ത വരുമാനം എന്നുള്ളത് ഹബ്ബ് ഡിസ്കൗണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റോക്ക് പോയിൻറ്റിനാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹബ്ബ് എടുക്കുന്ന ആൾക്ക് ആ ആൾ ഏതൊക്കെ സമയത്ത് ഹബ്ബ് എടുക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ തന്നെ ആ ഹബ്ബിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള പൈസയുടെ 5.5% ഡിസ്കൗണ്ടായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നൽകുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വരുമാനമാണ് ഹബ്ബ് റെഫറൽ ഇൻകം. എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന ഒരു കസ്റ്റമർ അയാളൊരു ഹബ്ബ് സ്റ്റോക്കിസ്റ്റ് ആകുമ്പോൾ അയാളൊരു ഹബ്ബ് സ്റ്റോക്കിസ്റ്റായി മാറുന്ന സമയത്ത് ആരാണോ ആ ഒരു കസ്റ്റമറെ പരിചയപ്പെടുത്തി കൊണ്ടുവന്ന അയാൾക്ക് കിട്ടുന്ന വരുമാനമാണ്
ഹബ്ബ് റെഫറൽ. അത് ഓരോ മാസത്തിലും ഒരു പ്രത്യേക എമൗണ്ട് ആയിരിക്കും. കാരണം ഒരു 700 രൂപയുടെയും 1000 രൂപയുടെയും ഉള്ളിലൊതുങ്ങുന്ന ഒരു എമൗണ്ട് ആയിരിക്കും മിക്കവാറും ഒരു ഹബ്ബ് റെഫറൽ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു 10 പേരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒരു 10 പേരെ കസ്റ്റമറായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവർ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് അവർ ഹബ്ബ് സ്റ്റോക്കിസ്റ്റ് ആകുന്ന സമയത്ത് അവർ ഒന്നിച്ചൊരു ഹബ്ബ് സ്റ്റോക്കിസ്റ്റ് ആകുകയാണെങ്കിൽ നമുക്കെല്ലാം തന്നെ ഇപ്പോൾ ഒരു 800 രൂപയാണ് നമുക്ക് ആ മാസം ഒരു ഹബ്ബ് റെഫറൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് 8000 രൂപയായിരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വരുമാനമാണ് ഹബ്ബ് റെഫറൽ ഇൻകം. വളരെ നല്ല രീതിയിൽ ഇൻകം നേടുന്നതാണ് ഈ ഒരു രീതിയിൽ. ആളുകൾ നല്ല രീതിയിൽ ഇൻകം വാങ്ങുന്ന ഒരു മെത്തേഡാണ് ഹബ്ബ് റെഫറൽ ഇൻകം. അടുത്തതായിട്ട് ഉള്ള ഇൻകം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഈ ബിസിനസ്സിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ പറയാൻ പറ്റും. കാരണം ഒരുപാട് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കെല്ലാം തന്നെ ഓരോ ആളുകളും സമ്പാദിക്കുന്നത് തന്നെ ആഭരണം വാങ്ങാനും ഒക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു സമ്പത്താണ്. കാരണം നമ്മളെ കയ്യിൽ കാശ് നിൽക്കുന്ന സമയത്ത് പല രീതിയിൽ ചിലവായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പൈസയൊക്കെ ഗോൾഡാക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് വരുമാനത്തിന് പുറമെ നമുക്ക് ഗോൾഡും നമുക്ക് ലഭിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 100 മില്ലി വരെ ഒരു 0.1 ഗ്രാം മുതൽ 1 പവൻ വരെയുള്ള ഗോൾഡ് നമുക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ മാസത്തെയും ടോട്ടൽ ബിസിനസ്സിൻ്റെ പോയിൻ്റ് അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഒരു മന്ത്ലി റിവാർഡ്സ് എന്നുള്ളൊരു ചാർട്ട് തന്നെ ഉണ്ട്. ആ ചാർട്ട് പ്രകാരം നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള നേട്ടങ്ങൾക്കനുസരിച്ചുള്ള ഗോൾഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അടുത്തതായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരുമാനമാണ് പെർമനൻറ്റ് റിവാർഡ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസിനസ് എന്നാണ് ആരംഭിച്ചത് അന്ന് മുതലുള്ള പോയിൻറ്റുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് പെർമനൻറ്റ് റിവാർഡ് നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു പെർമനൻറ്റ് റിവാർഡ് പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരാളെ സംബന്ധിച്ച് 1 കോടി രൂപ വരെ നമുക്ക് ബോണസായിട്ട് ലഭിക്കാനുള്ള അവസരമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ വരുമാനങ്ങളും ആനുകൂല്യങ്ങളും അടക്കമാണ് നമുക്ക് ഈ ഒരു വരുമാനം കൂടി ലഭിക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അടുത്തുള്ളത് ഒരു നല്ലൊരു വരുമാനം എന്ന് വെച്ചാൽ ലീഡർഷിപ്പ് ബോണസാണ്. ഈ ലീഡർഷിപ്പ് ബോണസ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ മാച്ച് ചെയ്യുന്ന പോയിൻ്റ്, അതായത് ഒരു പെർമനൻറ്റ് റിവാർഡ് കിട്ടുന്ന സമയത്ത് ആദ്യത്തെ പെർമനൻറ്റ് റിവാർഡ് 5000 പോയിൻ്റ് മാച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആദ്യത്തെ പെർമനൻറ്റ് റിവാർഡ് എന്ന് പറയുന്നത്. പിറ്റത്തെ മാസം നമുക്ക് 4000 പോയിൻ്റ് മാച്ച് ചെയ്തു, ബിസിനസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി 4000 പോയിൻ്റ് മാച്ച് ചെയ്തെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഒരു ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. അങ്ങനെ 5000 മുതൽ 10 ലക്ഷം വരെ, അതായത് ഒരു മാസം 5000 രൂപ മുതൽ 10 ലക്ഷം വരെ ലീഡർഷിപ്പ് ബോണസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള വരുമാനങ്ങൾക്കൊക്കെ പുറമെയാണ് നമ്മൾ ഈ ഒരു ലീഡർഷിപ്പ് ബോണസ് എന്നുള്ളൊരു വരുമാനം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരുമാനം. അടുത്തതായിട്ടുള്ള കമ്പനിയുടെ ഒരു വലിയ ടോപ്പ് ലെവലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു 2020 ഡിസംബർ 31 ആകുമ്പോഴേക്കും പർപ്പിൾ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഒരു റാങ്കിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആകാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് കമ്പനിക്ക് ഉള്ള വരുമാനത്തിൻ്റെ ഒരു ഷെയറിന് അയാൾ അർഹനായിരിക്കും. അതുപോലെ തന്നെ 2020 ഡിസംബർ ആകുമ്പോഴേക്കും റോയൽ ബ്ലാക്ക് ഡയമണ്ട് എന്നുള്ള ഒരു റാങ്കിലെത്തുമ്പോൾ കമ്പനിയുടെ ഡയറക്റ്റ് ബോർഡിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഡയറക്റ്റ് ബോർഡ് അംഗമാകാനുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ നടത്തിപ്പിലുമൊക്കെ തന്നെ ഒരു ഭാഗവാക്കാകാനുള്ള ഒരു അവസരം കൂടി ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ, ഗുണമേന്മയുള്ള വില കുറവുള്ള ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും കുറേ ആളുകളിലേക്ക് എത്തിച്ചതിൻ്റെ ഫലമായിട്ടും നമുക്കൊരു വലിയൊരു കസ്റ്റമർ ശൃംഖല നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് വെച്ചാൽ ഒരു പാസീവ് ഇൻകമാണ്. കാരണം ആ ഒരു വലിയൊരു കസ്റ്റമർ ശൃംഖല നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ വലിയൊരു അപ്പാർട്ട്മെൻറ്റോ നമ്മൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് തുല്യമായിരിക്കും നമുക്ക് ഈ ഒരു കസ്റ്റമർ ശൃംഖലയോടെ കിട്ടുന്ന വരുമാനം. അതാണ് ഈ ഒരു പാസീവ് ഇൻകം എന്നുള്ളതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ,
അപ്പോൾ കമ്പനിയെക്കുറിച്ചും വരുമാനം ലഭിക്കുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ചെയ്യേണ്ടത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക, ഉപയോഗിക്കുക, ഗുണനിലവാരവും വില നിലവാരം ചെക്ക് ചെയ്യുക. അതിനുശേഷം വരുമാനം ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഈ ബിസിനസ്സിനെക്കുറിച്ചും വരുമാനത്തിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുക. അവരോട് ഡയമണ്ടിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക. ഡയമണ്ടിൽ നിന്ന് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനെക്കുറിച്ചും പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക. വളരെ സിമ്പിൾ പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണോ ഈ ബിസിനസ് ചെയ്യുന്നത് അത് തന്നെയാണ് മറ്റുള്ളവരും ചെയ്യേണ്ടത്. പലരും പറയാറുണ്ട് താഴെ ചേർത്ത് പോകണമെന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, യഥാർത്ഥ പങ്കാളിത്ത വിതരണത്തിൽ താഴെയും മുകളിൽ ഒന്നുമില്ല. ഈ ബിസിനസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളെക്കാളും വരുമാനം നേടാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ പിന്നെ താഴെ മുകളിൽ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ നമ്മളെല്ലാം ബിസിനസ് പാർട്ട്നേഴ്സാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിന് പരസ്പരം സഹകരിച്ച് നീങ്ങാനുള്ള ഒരു ടീമാണ് നമ്മൾ. ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുക. നമുക്കിവിടെ ആകെ ചെയ്യാനുള്ള സാമ്പത്തിക ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നത് മാത്രമാണ്. ബിസിനസ് ആരംഭിക്കാൻ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നം വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്. സാധാരണ വാങ്ങുന്നതിൽ നിന്ന് ഒരു 4 പാക്കറ്റ് വാഷിംഗ് പൗഡർ അധികം വാങ്ങുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും വരാനില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് മുഴുവനായി ഉപയോഗിക്കേണ്ടതായി വരികയും ചെയ്യും. അത് തീരും വരെ ആ ഉൽപ്പന്നം വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല, അത് തീർന്നതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയാവും. അതുകൂടാതെ വരുമാനം ആവശ്യമുള്ള പുതിയ ആളുകൾ വാങ്ങുമ്പോൾ നമ്മുടെ വരുമാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമല്ലോ. വരുമാനം വേണ്ടാത്തതായി ആരുമില്ല. എന്നിരുന്നാലും കാശ് സമ്പാദിക്കാൻ അതിയായി ആഗ്രഹിച്ച് പലതും പരീക്ഷിച്ച് നോക്കുന്ന ആളുകളോട് ഈ സിമ്പിൾ ബിസിനസ് അവസരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഈ ബിസിനസ് അറിഞ്ഞതുകൊണ്ട് മാത്രം ബിസിനസ് നന്നായി ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതൊരു വിശ്വാസമായിട്ട് നമ്മൾ വളർത്തണം. കോടികളുടെ ബിസിനസ് ആയാലും അത് ചെയ്യുന്നത് പൈസ കൊണ്ട് മാത്രമല്ല, ശക്തമായിട്ട് വിശ്വാസത്തിൻ്റെ പിൻബലത്തോടെയാണ്. ഇവിടെ കാശ് ചെലവില്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് മുതൽ മുടക്കെന്ന് പറയാനും പറ്റില്ല. ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവും വിശ്വാസവുമാണ് ഈ ബിസിനസ്സിൽ നമുക്ക് ആവശ്യമുള്ള ആളുകൾ നേടിത്തരുന്നത്. അതുകൂടാതെ ഈ ബിസിനസ് ചെയ്ത് കൂടുതൽ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്നുള്ള പ്രചോദനവും നമുക്ക് പ്രധാനമാണ്. ആ പ്രചോദനം നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കുടുംബമാകാം, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകളാകാം, നമ്മുടെ പ്രതീക്ഷകളാകാം. യാതൊരു നഷ്ടസാധ്യതയുമില്ലാത്ത ഈ ബിസിനസ് നമുക്കൊരു കൈത്താങ്ങും ഒരു നെടുന്തൂണുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.